ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. എന്നാണ്ട് വിശേഷം? ഇന്നലെ ഞാൻ എൻ്റെ ഇയർ ബാലൻസ് പോയിരിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ, ഇയർ ബാലൻസിൻ്റെ ഒരു ഡോക്ടറെ എനിക്ക് യൂട്യൂബിലൂടെ ഒരാൾ കണ്ടിട്ട്, ഒരു ഫ്രണ്ട് എനിക്കിതിനകത്ത് പുള്ളിക്കാരൻ നമ്പർ തന്നു. ഞാൻ ഏതായാലും പുള്ളിക്കാരനെ വിളിച്ച് പുള്ളിക്കാരന് അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുത്തു. പുള്ളിക്കാരൻ അപ്പോൾ 4 മണി സമയം തന്നു ഇന്നലെ. ആ 4 മണി സമയത്ത് ഇയർ ബാലൻസ് പോകുന്നു. പുള്ളിക്കാരൻ അതായത് കട്ടിലെ ബെഡിൽ കിടക്കരുത്, നമ്മൾ തറയിലോ അല്ലെങ്കിൽ കട്ടിലെ ബെഡ് മാറ്റിയിട്ട് നന്നായിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് തലയിണയില്ലാതെ നമ്മൾ കിടക്കണം. കിടന്നിട്ട് പുള്ളി പറയുന്ന ഭാഗത്തേക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിക്കണം. പുള്ളി പറഞ്ഞു തരും നമുക്ക്. ആദ്യം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയും, അത് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തരും. അതുപോലെ എന്തായാലും അത് ചെയ്തതിന് ശേഷം എനിക്ക് സംഭവം വരുന്നില്ല കേട്ടോ, സൂപ്പറായി. എനിക്കൊരു ആ വിഷമം പോയി. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നിൽക്കുന്നതിനോട് വലിയ താല്പര്യത്തോണ്ട് മാനസികമായിട്ട് എനിക്ക് നാട്ടിൽ പോകണമെന്നുള്ളൊരു ആ ടെൻഷനും ആയിരിക്കാം. ഞാൻ ഇതിനോടൊന്ന് പൊരുത്തപ്പെടും. എനിക്കിവിടെ പെർമനൻറ്റ് നിൽക്കാനൊരു ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ട്. അത് വേറൊരു കാര്യം. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ പോയി ഡോക്ടറെ കണ്ടിട്ടൊന്നും. ഞാൻ വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും എനിക്കപ്പോൾ നമ്മുടെ നാട്ടിലെ പോലൊരു ഇത് നമുക്ക് ഇവിടെ കിട്ടത്തില്ലല്ലോ. ഭയങ്കര വിഷമമുണ്ട്. മാങ്ങാണ്ട് ചീമ്പിയണക്കൊക്കെയാണ് കിടക്കുന്നത്. മാങ്ങാണ്ട് ചീമ്പി കഴിഞ്ഞിട്ടൊരു അവസ്ഥ ഉണ്ടല്ലോ, വലിച്ചെറിയാം, അതുപോലത്തെ തല. എനിക്കാണ് ഇച്ചിരി സുസുവായിട്ട് സുന്ദരിയായിട്ടൊക്കെ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ചക്കരകളെ. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നലെ കള്ളൻ്റെ കാര്യമില്ലേ, കള്ളൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓരോരുത്തരിട്ടിരിക്കുന്ന ചിലരിട്ടിരിക്കുന്ന സിഗുമ, എന്ത് സിഗുമയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഞങ്ങൾ കള്ളനെ കാണുമ്പോൾ തന്നെ കാറ്റ് പോവും. കാറ്റ് ഇങ്ങടെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കംപ്ലീറ്റും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊരു ഓർമ്മയില്ലേ, എന്നാലും ഞാൻ പറയാം. ഒരു കള്ളം കയറി 2 സ്ഥലത്ത് കള്ളം കയറിയ കഥ പറയാവേ. ഈ ഒന്നാമത്തെ കാര്യം, ആണുങ്ങളോട് പ്രത്യേകം പറയുക, വെള്ളം അടിച്ചിട്ട് വീട്ടിൽ വന്ന് ഈ സാഹചര്യത്തിൽ കിടന്നുറങ്ങരുതെന്ന്. കേട്ടോ, ചിരിച്ച് മരിക്കുന്നൊരു കഥയാണേ. എൻ്റെ റിലേഷനിൽപ്പെട്ടൊരു ടീം തന്നെയാണ്. ഭാര്യയും ഭർത്താവും 2 മക്കളും അമ്മയും അച്ഛനും ഒക്കെ ഉള്ളൊരു കുടുംബമാണ്, ഒരു കൂട്ടുകുടുംബമാണ്. ഇവർ വീടിൻ്റെ ചായ്പിൽ, അതായത് 2 മുറിയും അടുക്കളയും വീട്ടിലൊരു ചായ്പുണ്ട്. ആ ചായ്പിലാണ് ഇവർ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്നത്. അതിനകത്ത് കൊതുക് വല അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കൊതുക് വലയൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ടാണ് അവരതിനകത്ത് കിടക്കുന്നത്, കൊതുകുള്ളത് കൊണ്ട്. എൻ്റെ ചക്കരകളെ, പിന്നെ അവിടെ രാത്രി ഇയാൾ ഇച്ചിരി വൈകുന്നേരം വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങുക. ഭാര്യയും ഭർത്താവും കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ രാത്രി ഈ ഭാര്യ എന്നോട് പറഞ്ഞെടുത്തേ, മൊത്തം ദേഹത്തൊക്കെ തപ്പുന്നെന്ന്. വന്ന കള്ളനെ, അപ്പോൾ കള്ളൻ കൊതുക് വല ഇങ്ങനെ വട്ടത്തി മുറിച്ചിട്ട് അകത്തോട്ട് കയറി. കൊതുകുവല പൊക്കാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ അവൻ കത്രിക്ക് മുറിച്ച്, അതിൻ്റെ ഉണ്ട് സംഗതിയല്ല, മുറിച്ചിട്ടിരിക്കും, അതിനകത്ത് കയറി. എന്ത് കയറിയിട്ടുണ്ടെന്ന് ആദ്യം ഇയാൾ നോക്കിയപ്പം ഇയാൾ ഭർത്താവ് കൂർക്കം വലിച്ച് വായും തുറന്നിടന്ന് ഉറങ്ങുന്നു. കാരണം എന്താണ്, വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണുമ്പളേനെ ഇയാൾ ഇങ്ങനെ തഴുകിയപ്പോൾ ഇവർ പെട്ടെന്ന് ഭർത്താവൻ തൊട്ട് ഇങ്ങനെ കാണും. നീ തുറന്ന് നോക്കിയപ്പോൾ ഉടനെ തന്നെ ഇവൻ കത്തി കാണിച്ച് മിണ്ടിപ്പോലും ഭർത്താവിനെ ഇവനെ കൊല്ലുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ മിണ്ടാതെ കിടന്നു. കൈ കിടന്ന 6 വള കിടപ്പുണ്ട്. 6 വള, പണ്ടത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന, ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഇട്ട പഴകി കിടക്കുന്ന വളയായിരുന്നു. അത് 6 ഊരിയെടുത്ത്, കയ്യിൽ കിടന്ന മോതിരം ഊരിയെടുത്ത്, മാലയെടുത്ത്, കമ്മൽ അവരെ കൊണ്ട് ഊരിച്ച് കമ്മലും എടുത്ത് എല്ലാം അവൻ കൈ പിടിച്ചൊരു തോർത്തിൽ ഇവനെ കെട്ടിവെച്ചെന്ന്. എന്നിട്ട് ഇവനെ അവിടെ നിന്ന് വൃത്തിയേട് കാണിക്കുന്നെന്ന്. വൃത്തിയേടെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ എന്താണെന്ന്. ഇവർ പറയും, എനിക്ക് ശ്വാസം എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അനങ്ങാൻ പറ്റില്ല, അനങ്ങിയ കുത്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവൻ പോയി. അപ്പം ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടന്നപ്പോൾ ഇവൻ പെട്ടെന്ന് പോയി. തിരിഞ്ഞ് കിടന്നിട്ട് പോലും ഇയാൾ കണ്ണ് തുറക്കുന്നില്ല, ഇവൻ ഇവിടെ നോക്കി നിൽക്കുവാണെന്ന്. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് രാത്രി ഇവിടെ പോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവർ പറയും, ഇവർ വിയർത്ത് കുളിക്കുമായിരുന്നാണ്, പേടിച്ചിട്ട് വിയർത്ത് കുളിച്ച് ഇവർ നനഞ്ഞെന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് എനിക്ക് പക്ഷേ കേട്ടിട്ട് ചിരിയാണ് വന്നത്. എന്നിട്ട് ഈ പിന്നെ ഭർത്താവിനെ വിളിച്ച് ഉണർത്തി ഇവർ, എൻ്റെ മേത്ത് കിടന്ന് എല്ലാം ഊരിക്കൊണ്ട് പോയി നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നെ ഇവർ തമ്മിൽ, അപ്പോൾ അവർ തമ്മിൽ മുട്ടലിടിയായി അവിടെ കിടന്ന്. അങ്ങനെ അവർ മാനസികമായിട്ടൊക്കെ ഭർത്താവും വരുന്നവ ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങളിലായിരുന്നു. എനിക്ക് പറഞ്ഞ അതിനകത്ത് ഇരുന്നിട്ട് അവൻ വേറെ വൃത്തികെട്ട പണികൾ ആ സ്ത്രീകളോട് കാണിച്ചു, പീഡിപ്പിച്ചു അവൻ.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കള്ളന്മാർ ലീലകൾ കാണിക്കും. ആ കള്ളന്മാർ ലീല കാണിക്കും. അപ്പം ഭർത്താവെന്ന് പറഞ്ഞാൽ പോങ്ങൻ വന്ന് വെള്ളമടിച്ച് കൂടെ കിടന്ന് ഉറങ്ങല്ലെന്ന് എല്ലാ ഭാര്യമാരും പറഞ്ഞു കൊടുക്കും. എൻ്റെ ഈ കഥ കേൾപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവർ ഒരു 2-3 വർഷം ഇവർ പിരിഞ്ഞ് അവർ മാനസികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോയി. ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ദേഷ്യമായി. അന്ന് വരെ അവർക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത തോന്നിയിട്ടില്ല. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് വെറുപ്പ് വന്നു, ഇങ്ങനെയുള്ളവൻ്റെ നമ്മുടെ മാനം കാക്കാൻ കഴിവില്ലാത്തവൻ്റെ കൂടെ എന്തിനും ജീവിക്കുന്നല്ലേ. ഞാനപ്പോൾ പറഞ്ഞ് ചേച്ചിക്കൊന്ന് ഒരു ചേച്ചിയാണത്, ചേച്ചിക്കൊന്ന് ഒച്ചയിടാൻ വരുന്നത്, ബഹളം വെക്കാൻ വരുന്ന സിംഗു കത്തി കൊണ്ടിരിക്കുന്നവൻ്റെ അടുത്ത് പേടിച്ചിട്ട് ശരിയായിരിക്കും എല്ലാവർക്കും ഇപ്പം നമ്മുടെ മൈൻഡ് കാണുക, പേടിച്ചിട്ട് എനിക്ക് പേടിയായിപ്പോയി എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഭാര്യ കക്കാൻ മാത്രമല്ല ഇവന്മാർ ലീലകൾക്കും വരും. അതൊരു നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാത്തതായിരിക്കും, അറിയാവുന്നവരൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. സിംഗു വളരെ കാര്യം എന്ന് പറയാം. അവന്മാരൊക്കെ ഭയങ്കര ഉടായ്പകളാണ്. ഇന്നത്തെ കണക്ക് അന്ന് ക്യാമറ ഉണ്ടവനെല്ലാം പിടിച്ചോണ്ട് പോയേനെ, മനസ്സിലായ? അതാ അന്ന് ഒരെണ്ണം. പിന്നെ വേറൊരു കാര്യം കേൾക്കണം. വേറെ സ്ഥലത്ത് വീട് പണിയോ 2 കഥകളുണ്ടേ. വീട് പണിയാണ് ചക്കരകളെ. വീട് പണിയുന്നിടത്ത് പിന്നെ പുറത്ത് ഷെഡ് കെട്ടിയിട്ടിരിക്കുക. 2 മക്കളും ഇവരും കൂടെ അവിടെ താമസിക്കുക. പിന്നെ ഭാര്യയും ഭർത്താവും ഇതുപോലെ വെള്ളമടിക്കാരനാണ്. 24 വെള്ളമടിക്കുന്ന ഒരുത്തനാണ്. ഭാര്യയ്ക്കുമൊക്കെ ചിലവിനൊക്കെ കൊടുക്കും, പക്ഷെ വെള്ളമടിക്കും അവൻ. ആ ഭാര്യയുടെ മുഖത്തൊരു സന്തോഷവും ഞാൻ കണ്ടിട്ടില്ല ഇവൻ വെള്ളമടിക്കാരനായതുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇവള് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇവൻ വെള്ളമടിച്ച് കിടക്കുന്നുണ്ട്, ഇവള് മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവൻ അന്ന് വൈകുന്നേരം 4 മണിയായപ്പോൾ എവിടെയോ ദൂരെ ഒരു സ്ഥലത്ത് കൂട്ടുകാരൻ്റെ കൂടെ ഏതോ ഒരു മരിപ്പിന് ഇവരുടെ റിലേഷനിൽ തന്നെയുള്ള അവൻ്റെ റിലേഷനിലുള്ള കൂട്ടുകാരൻ ആരെണ്ടാണ് മരിപ്പിന് ദൂരെ പോയിരിക്കും. അപ്പോൾ വൈകുന്നേരം രാത്രി 12 മണി 1 മണിയാതെ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് കിടന്ന് ഉറങ്ങുകയെന്ന് പറഞ്ഞു. രാത്രി 9-10 മണി വരെ നോക്കിയിട്ടും കണ്ടിട്ടില്ല. 10-10:30 ആകുമ്പോൾ അവിടെയൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവള് കിടന്ന് ഉറങ്ങി, പിള്ളേരുമായിട്ട് ഷെഡിൽ കിടന്നുറങ്ങി. കുറേ കഴിഞ്ഞ് ആരോ വന്ന് ഇവളുടെ കൂടെ ഒരു 10-12 മണിയൊക്കെ 12 മണി 1 മണിയൊക്കെ ആയപ്പോൾ ഇവളുടെ കൂടെ വന്ന് ആരോ കിടന്നെന്ന് പറഞ്ഞു. ഇവളോർത്ത് ഇവനാണെന്ന് ഓർത്തിരുന്നു. ഇവൻ ഓരോന്നൊക്കെ ഇവൾക്കിട്ട് ചെയ്യുന്നുണ്ട്, ഇവള് കിടന്ന് അറിയുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല ഏട്ടാ. ഇപ്പം നിങ്ങൾ എന്താണ് തിക്കുമ്പോൾ ചെയ്തത്? അതെ എന്നോട് പറഞ്ഞ് കരഞ്ഞതാ. ദൈവമേ, അവരിവിടെ ഇപ്പം ഇല്ല, അതുകൊണ്ടാണ് ഈ നാട്ടിൽ പോലും ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ കൃഷ്ണ, ഞാൻ ഇച്ചിരി അപ്പോൾ ഇങ്ങനെ മനസ്സിലാകില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇത് തരികയാണ്. അപ്പോൾ പിന്നെ എന്തെന്നറിയാമോ, രാത്രിയായപ്പോൾ ഇവനിങ്ങനെ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ കൊടുത്തി കിടക്കുമ്പോൾ വന്ന് പിന്നെ ഭർത്താവ് വന്ന് ലൈറ്റിട്ട് ഇവനെടുത്തിട്ട് ഓടി. ഈ ലൈറ്റ് പുറത്ത് ലൈറ്റ് ഇടുന്നത് അകത്ത് വെളിച്ചം അടിച്ചപ്പോൾ ഈ കൂടെ കിടന്നവൻ ഓടിക്കളഞ്ഞ്. എതിരെ കൂടെയാണ് ഇപ്പം പോയി. ഷെഡല്ലേ പുറത്ത്. അയാൾക്ക് മറ്റേ ഭർത്താവിനല്ലേ പുറത്തെ ലൈറ്റ് എടുത്തില്ല. അപ്പോൾ അവൻ കയറി എത്ര ചെടി ചോറുളം പിടിയെന്ന് കണ്ട പറഞ്ഞു. വിശന്നിട്ട് വയ്യ, അവിടെ ഒന്നും ഭക്ഷണമില്ലായിരുന്നു. അപ്പോൾ ഉടനെ ഇവള് ചോദിച്ചു, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ കിടന്നിട്ട് പിന്നെ ഇപ്പം ചോറുളം വരെ എന്ത് കൂടെ കിടന്നാ? ഞാൻ എൻ്റെ കൂടെ കിടന്നില്ല, ഞാനിപ്പോഴല്ലേ വന്നത്. അപ്പോൾ എൻ്റെ കൂടെ കിടന്ന ആരായിരുന്നു? അപ്പോൾ ഇവള് ഭർത്താവിനോട് ഭയങ്കര വേളമായി കിടക്കണം പിടിയ. അപ്പോൾ ഇവള് ഫോട്ടോ മാറ്റി ചെയ്യും. അപ്പോൾ ഇത്ര സമയം എൻ്റെ കൂടെ കിടന്നായിരുന്നു. അപ്പം നിൻ്റെ കൂടെ വേറെ ആരാ കിടന്നാടി? അയ്യോ അണ്ണാ, എൻ്റെ കൂടെ ഒരാളിപ്പോൾ കിടന്നിരുന്നു. അപ്പോൾ അണ്ണനെ ഇല്ല, ഞാനിപ്പോൾ അപ്പോൾ അവർ ഇട്ട ഡ്രസ്സാലെ വന്നിരിക്കുക, നല്ല ഡ്രസ്സാലെ ഞാനിപ്പോൾ വന്നത്. അയ്യോ, എൻ്റെ കൂടെ ഒരാളിപ്പോൾ കിടന്നായിരുന്നേ, എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഭർത്താവ് നിഷ്കളങ്കേ സ്ത്രീയല്ലേ പറയണം. കൊട്ടുത്തടിയവൻ ആരാടി പറഞ്ഞു. എൻ്റെ ദൈവമേ, ഭയങ്കര പ്രശ്നമായി. 2 വർഷത്തോളം അവർ പിരിഞ്ഞ് ചെയ്തിട്ടാണ് പിന്നെ ഒരുമിച്ചത്. അയ്യോ, ഞാനത് ഇപ്പം പറഞ്ഞ് പുറത്തങ്ങനെ ആർക്കും അറിയാത്ത കാര്യമായിട്ടാണ് ഞാനീ പറയുന്നത്. ഞാനീ പറഞ്ഞ മനസ്സിലായ കള്ളനെന്ന് പറയുന്ന ഇങ്ങനത്തെ. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എടി അവൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ. അപ്പോൾ അവള് പറഞ്ഞ സ്മെല്ലടിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കില്ല. അപ്പോൾ അവള് പറഞ്ഞ് വെള്ളം അടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മണം തന്നെ ആയിരുന്നു അവനും വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞ അവൻ ഈ കണ്ണോർന്ന് നോക്കാൻ പറ്റും. അയ്യോ, ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഞാൻ പോട്ടെ നിങ്ങളാണെന്ന് ഓർത്തിട്ട് ഞാൻ അനങ്ങാതെ കിടന്ന്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഒന്നും ഞാൻ പറയണ്ടല്ലോ എൻ്റെ ചക്കരകളെ. ഇങ്ങനെയൊന്നും കഥ പറയുന്ന യൂട്യൂബർമാരൊന്നും കാണത്തിരുന്നു. ഒറിജിനൽ കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ പോൻ്റെ ചക്കരകളെ അപ്പോൾ കള്ളന്മാർ കക്കാൻ വേണ്ടി മാത്രമല്ല, വേറെ പലതും കക്കാൻ വേണ്ടി വരും. അപ്പോൾ ആണുങ്ങൾ പോങ്ങന്മാരായതുകൊണ്ടാണ് ഇത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്. പിന്നെ പെണ്ണുങ്ങളോട് ഒരിക്കൽ പറയാനുള്ളത്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊരു ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇത് അനുഭവിച്ച സ്ത്രീ ഇപ്പോൾ ഈ കഥ എൻ്റെ വീഡിയോ അവർ കാണുന്നതാണ്. ഇതിൻ്റെ ഒക്കെ എന്നാലും കൊള്ളാമല്ലേ, ഞാൻ രഹസ്യമായി പറഞ്ഞ ഈ കാര്യം ഇത് അവർ തമ്മിൽ മാനസികമായിട്ടാവുന്നു പോയി. 1-2 വർഷം എടുത്ത് അവർ ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരും. ഇപ്പോൾ അവർ നന്നായിട്ട് ജീവിക്കുകയാണ് എങ്കിൽ പോലും അതൊരു എന്നും മനസ്സിലൊരു പേടിപ്പെടുത്തുന്നൊരു ചിന്തയായിപ്പോയി കുട്ടിക്ക്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഓപ്പണായി പറഞ്ഞിരുന്നറിയാമോ, ഇങ്ങനെ ഒരു അനുഭവം പറ്റിയിട്ടുള്ള പലരും കാണും. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചണം. വീടൊക്കെ തുറന്നുവെന്നും കിടക്കരുത്. നമ്മളെ നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ പോലും മനസ്സിലാകത്തില്ല. പിന്നീട് അവൾക്ക് മനസ്സിലായി ഇത് ആരാ ചെയ്തതെന്ന്. സ്വന്തം ഒരു കൂടപ്പുറപ്പിൻ്റെ മകൻ തന്നെയാണ് ഈ വൃത്തികേട് ചെയ്തത്. അപ്പം അവരവിടുന്ന് വിറ്റൊക്കെ മാറിപ്പോയി, ദൂരെ പോയി താമസിക്കുക, വീട് വെച്ച് അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി. ഞാനീ പറഞ്ഞത് മനസ്സിലാക്കിക്കോണം നിങ്ങൾ. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു ആണിനെയും ഒരു പെണ്ണിനെയും നമ്മുടെ കൂടപ്പുറപ്പാണ്, ആങ്ങളെയാണ്, സ്വന്തമാണ്, ചേട്ടനാണ്, ചേട്ടൻ്റെ മോനാണ്, അനിയൻ്റെ മോനാണ്, നമ്മൾ വിശ്വസിക്കില്ല. എല്ലാ സ്ത്രീയെ ഇവരുടെ ഉള്ളിലെല്ലാം വേറൊരു മോശം കണ്ണുണ്ട്. അത് അമ്മഭാവം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് അല്ലെ നമ്മുടെ മക്കളടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് കാണിക്കുന്ന ഇത് നമ്മൾ വേറൊരു ആണുങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അച്ഛനോട് കാണിക്കുന്ന അല്ലെ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമുക്ക് തന്നെ മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തുമില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ മുതലെടുക്കുമ്പോഴാണ് നമ്മൾ കൊള്ളയടിക്കപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പണവും സ്വത്തും തന്നെയല്ല, മറ്റു പലതിനും വേണ്ടി വരും. സൂക്ഷിച്ചിരിക്കുക, കരുതിയിരിക്കുക. ഇത് പറയുമ്പം ഇനി കളിയാക്കിയിട്ട മോശം കമൻറ്റിട്ടിട്ട ഒന്നും കാര്യമില്ല, നടന്ന സംഭവമാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ചക്കരകളെ. പിന്നെ എനിക്കൊരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്, മെയിനായിട്ടുള്ളൊരു കാര്യം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിനകത്ത് സാമ്പത്തികമായി സഹായം ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അങ്ങനത്തെ ഒരു പണക്കാരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, 1000, 2000, 5000 ഒക്കെ ഞാൻ ചിലർക്കൊക്കെ സഹായിക്കണം. അങ്ങനെയൊന്നും നിരന്തരം സഹായം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷിയിലേക്ക് സിംഗിൾ ബോവൻ ഉയർന്നിട്ടില്ല. ബോവനൊന്നും അങ്ങനെ ഒരു 5 ദിവസം ഒരു കടം പോലും കൊടുക്കാൻ സന്മനസ് കാണിക്കാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ കാണുന്നൊരു പാവം ചേട്ടനൊന്നും അല്ല ബോബൻ ചേട്ടനൊക്കെ ഭയങ്കര ബോൾഡ്. അതുപോലെ അങ്ങനെ ആരും കൊടുക്കത്തില്ല ചക്കരകളെ. ഈ കഴിഞ്ഞിടെ ഞാനൊരാൾക്ക് ബോബനോട് ഇച്ചിരി പൈസ വെച്ച് ഞാൻ അവരുടെ ദുഃഖം കണ്ടിട്ട് ഞാൻ കൊടുത്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ബോബനെ ഒരു ദിവസം കംപ്ലീറ്റ് ബോബനെ ചിരണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു, തിരിച്ചു കൊടുത്തില്ല അവർ. അതുകൊണ്ട് ബോബൻ എൻ്റെ അടുത്ത് പറയും മേലെ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു വിഷമം കണ്ടിട്ട് നമ്മൾ കൊടുത്തതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ ചക്കരകളെ ചോദിക്കാൻ പറ്റില്ല. എനിക്ക് ഇയർ ബാലൻസ് പോകുന്നു, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് അതുപോലത്തെ കണ്ണീരണിക്കുന്ന ദുഃഖങ്ങളുമായിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അയ്യോ, അത്രയും സഹിക്കാനുള്ള കഴിവില്ല. ഞാനപ്പോൾ ഇന്നലെയൊക്കെ ഓർത്തൊരു സംഭവം പറഞ്ഞു, വാട്സപ്പ് കട്ട് ചെയ്യാൻ പോകും. എനിക്കിനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾ കമൻറ്റിലൂടെ ഇട്ടു. മാരേജ് ബ്യൂറോ കൈകാര്യം ചെയ്യുന്നത് സ്റ്റാഫാണ്. നിങ്ങൾ അതിനകത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് താങ്ങാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ട് ഞാൻ വാട്സപ്പ് ഉപയോഗിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനും ഒരു ഘട്ടത്തിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ വേദന എനിക്ക് പൂർണ്ണമായും മനസ്സിലാകും. ചക്കരകളെ, ഒരാളല്ല, ഈ എത്ര പേരാണെന്നറിയാമോ എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നത്. അയൽക്കൂട്ടത്തിൽ അടയ്ക്കാനുള്ളതും ലോൺ അടയ്ക്കാനുള്ളതും ജപ്തിയുള്ളവരും ഒക്കെ എനിക്ക് വിഷമമാണ്. അതാണ് ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കും, നിങ്ങളൊരു സ്വയം തൊഴിലേക്ക് മാറൂ എന്നൊക്കെ പറഞ്ഞത്. ഈ പലിശ കൊടുക്കാനുള്ള ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ കടവ് എങ്ങനെ വർദ്ധിക്കുന്നതെന്നറിയാമോ? ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തുനിന്ന് പൈസയ്ക്ക് എടുത്തിട്ട് ഇവന് പലിശയും കൊടുക്കും, നമ്മുടെ അന്നേരത്തെ ആവശ്യവും കാണും. അപ്പോൾ അതൊരു കടവായി. വീണ്ടും അടുത്ത മാസം വീണ്ടും കാശ് മേടിക്കും. എന്നിട്ട് അപ്പം അവനും പലിശക്കാരൻ, ഇവനും പലിശക്കാരൻ. അതിൻ്റെ അടുത്ത മാസം വീണ്ടും മേടിക്കും. പലിശ കൊടുക്കാൻ വേണ്ടി മേടിച്ചോണ്ടിരിക്കുക. അങ്ങനെ 5000, 10000, 15000 പലിശ കൊടുത്ത് അഭിമാനം നിലനിർത്താൻ നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടിലാവും. നിങ്ങൾ ധൈര്യമായിട്ട് തെറി പറയട്ടെ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കെ വന്ന്. നിങ്ങളെ കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ, അങ്ങനെയൊന്നും നിയമമില്ല. നിങ്ങൾക്കൊരാൾ കടം തന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇടം തരാനും ബാധ്യസ്ഥനാണ്. നിങ്ങളുടെ വീട്ടിൽ കയറി വീടടിച്ച് പൊളിക്കാനോ നിങ്ങളെ ദേഹോദരം ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. 10 ചീത്ത വിളിക്കായിരിക്കും, ലോകം മൊത്തം പറഞ്ഞു നടക്കുമായിരിക്കും. അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഉള്ളപ്പം നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. അത്രേ ഉള്ളൂ. നിങ്ങൾ പലിശ കൊടുക്കൽ നിർത്തുക. അങ്ങനെ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊല്ല ചെയ്യാൻ അവരെന്തെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചാൽ ഇവൻ്റെ പേരിലിരിക്കും കേസ്. ഈ 1,50,000 തന്നവനെ ഒത്തിരി പൈസ മുടക്കേണ്ടി വരും. പിന്നെ കൊലപാതക ശ്രമത്തിന് വരെ കേസാവും, ആത്മഹത്യാ പ്രേരണ ഉണ്ടാക്കിയതിന് കേസാവും. അങ്ങനെയൊക്കെ ഉണ്ട്, നിയമമുണ്ട്. ഇങ്ങനെയൊക്കെ പല വളച്ചൊടിച്ചെടുക്കാൻ പറ്റും നിയമമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കൊടുത്തവരും ഒന്ന് സൂക്ഷിക്കുക. നിങ്ങളൊരു കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചും കണ്ട് കടം കൊടുക്കുക. കൊടുത്താൽ കിട്ടുന്നൊരു ഇടവാണാൻ നോക്കുക.
മേടിച്ചാൽ ഉടനെ കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. എത്ര ബുദ്ധിമുട്ടിൽ അവർ ജീവിച്ചാലും മേടിച്ചവൻ്റെ കാശ് കൊടുത്തിട്ടേ അരി മേടിക്കത്തുള്ളെന്ന് വിചാരിക്കുന്ന നെറിവുള്ള ചില ആൾക്കാരുണ്ട്. ചില ആൾക്കാരുള്ളൂ എങ്ങനെയെന്നറിയാമോ, മേടിച്ച് നാണം കെട്ട തീറ്റി തിന്നാലും കൊടുക്കത്തില്ല. കൈ കിട്ടിയാൽ അവൻ വേറെ കാര്യം കാണും, ഈ മേടിച്ചവൻ്റെ കൊടുക്കത്തില്ല. ഇങ്ങനത്തെ 2 തരം ആൾക്കാരുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. പണം മേടിച്ചാൽ നമുക്ക് പാങ്ങുണ്ടല്ലേ മേടിക്കാവുള്ളൂ. മേടിച്ച അന്തസ്സായിട്ട് കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. കൈ കിട്ടിയ ഉടനെ വേറെ ദർബാറിനൊന്നും പോകാതെ കാശ് കൊടുക്കണം. നിങ്ങൾ വേറെ എന്ത് കാര്യം എന്ന് പറഞ്ഞാലും മേടിച്ചവൻ്റെ കാശ് കൊടുത്തിരിക്കണം. അത് കർമ്മദോഷങ്ങളുണ്ടാക്കും. പിന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളെന്തൊരു തൊഴിൽ ചെയ്യുക. അവർ തെറിയും പറഞ്ഞ് നിങ്ങളുടെ വഴി തെക്കൂടൊക്കെ കണ്ടിട്ട് കുറേ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഉണ്ടാക്കി തരുമെന്ന്. കുറേ പലിശ കൊടുക്കരുത്. നിങ്ങളുടെ നിവർത്തി കെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടം മേടിച്ച് പലിശ കൊടുക്കരുത്. അങ്ങനെയുള്ളവരാണ് ഇവിടെ കുത്തനെ. ഞാനിങ്ങനെ പണ്ട് എനിക്ക് കടം വന്ന് മുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ നാട് വിട്ട് കളഞ്ഞു. ആ നാട്ടിൽ നിർത്തത്തില്ല ജനങ്ങൾ. നമ്മൾ പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. വീട്ടിൽ നിന്ന് തെറിയും ബഹളമൊക്കെ. പിന്നെ ഞാൻ എൻ്റെ അമ്മേനെ 2 പിള്ളേരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ട് ഒളിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് ആ കടമൊക്കെ വീടി കഴിഞ്ഞൊരു നെളിഞ്ഞൊരു നടപ്പുണ്ടായിരുന്നു. പ്രാർത്ഥന ഗുരുവായൂരൊക്കെ പോയി കുറേ ദിവസം ഭവൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കി തന്നിട്ട് മാർഗ്ഗം ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. കുറേ ദിവസമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അത് കഴിയുമ്പോൾ ഒരു എനർജി കിട്ടി തിരിച്ച് നിങ്ങളിങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേറെ മാർഗ്ഗമില്ല, പോകാനൊരു ഇടമില്ലാത്തതുകൊണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ ചെയ്യണം. ഇത് കൈ നീട്ടി ആര് സഹായിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഈശ്വരൻ തന്നെ ഒരു വഴി ഉണ്ടാക്കി തരണം. അതിനുവേണ്ടി നമ്മൾ അശ്രാന്ത പരിശ്രമിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കർമ്മദോഷങ്ങൾ അനുഭവിക്കാനോ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനും കാണും. നിങ്ങൾ എപ്പോഴും ഈ കടത്തിലും പ്രാരാബ്ദത്തിലും കിടക്കും നിങ്ങൾ ഒരിക്കലും വിചാരിക്കണം. വലിയ കടമൊക്കെ അനുഭവിച്ച് മുൻകാലത്ത് അനുഭവിച്ചൊരു ഈ കാലഘട്ടത്തിൽ അതെല്ലാം വർഷങ്ങൾക്ക് ശേഷം അവർ നല്ല സുഖമായി നല്ല വീടും കാറും സാമ്പത്തിക ഭദ്രതയും നല്ല സുഖജീവിതം ജീവിക്കുന്നത് ഞാൻ പലരെ കണ്ടിട്ടുണ്ട്. ഞാനും. അപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം വരും. അപ്പോൾ നിരാശയുടെ പടുകുഴിയിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട. എന്നും ഇതാണെന്ന് വിചാരിക്കണ്ട. അതായത് നിങ്ങളെന്തോ പഠിക്കാനുണ്ട്. ആ ഒരു റൂട്ടേ കയറ്റിയിരിക്കുകയാണ് ഭഗവാൻ. കടമാണ്. നിങ്ങൾക്ക് എന്താണ് തരേണ്ടതെന്ന് പ്രകൃതിക്കറിയാം. അത് തരും നിങ്ങൾക്ക്. ചിലർക്ക് രോഗം കൊടുക്കും, ചിലർക്ക് കടം കൊടുക്കും, ചിലർക്ക് ഭർത്താവിൻ്റെ നാളുള്ള പ്രശ്നങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൊടുക്കും. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ആർക്കും വേണ്ടാത്തവരെ പോലെ ജീവിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിൽ നമ്മൾ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ള നിങ്ങളത് ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തിനായിരിക്കും എന്നെ ഇത് പഠിപ്പിക്കുന്നത്? അപ്പോൾ അതിനായിരിക്കും എപ്പോഴും വേറൊരു കാര്യം നമ്മൾ എപ്പോഴും ഒരേപോലെ പണം വരത്തില്ല. അങ്ങനെ ചിന്തിക്കേ വേണ്ട. ഏത് വലിയ ബിസിനസ്സുകാരാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും ശരി, ഒരേപോലെ കച്ചവടം നിലനിൽക്കുന്നവരൊന്നുമില്ല. അവരതിനെ മറികടക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായേ? നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് അതിനെ വിജയിപ്പിക്കാൻ നോക്കണം. നമ്മൾ അലസതയും മടിയും വല്ലവൻ്റെയും കുറ്റവും കൊണ്ട് അങ്ങോട്ടും നോക്കിയിരുന്ന് നെടുവീർപ്പിട്ട് ദൈവം അവർ രക്ഷപ്പെടുന്നു, ഞാൻ ചെയ്തിട്ട് രക്ഷപ്പെടുന്നു. നമ്മളെന്തെങ്കിലും പഠിക്കാൻ കാണും. ഒരു ക്ഷമയോടുകൂടി ആ സമയം നന്നായിട്ട് പ്രാർത്ഥനയും ക്ഷമിക്കാനുള്ളൊരു സാഹചര്യം, നമ്മൾ പ്രാർത്ഥനയൊക്കെ ആയിരിക്കണം. നാമജപവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ദശാസന്ധി കാലഘട്ടം കടന്നു പോകാൻ നമുക്കൊരു മാനസികാരോഗ്യവും കരുത്തും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക. വേറെ എന്നെ കാണുന്നൊരു ഒരാൾക്ക് കടവും ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നമൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ തള്ളിക്കളയരുത്. അവരെ ഒന്ന് ചേർത്ത് വെച്ച് അവർക്കൊരു ആശ്വാസവാക്ക്. സാമ്പത്തികമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും സഹായിക്കാൻ പറ്റിയെന്നൊന്നും കാണത്തില്ല. പക്ഷേ ഒരു മാനസിക സപ്പോർട്ട് എപ്പോഴും കൊടുത്തോണം. എൻ്റെ ദൈവമേ, എൻ്റെ അടുത്ത് എത്ര പേരാണെന്നറിയാവോ? എൻ്റെ ദൈവമേ, എനിക്ക് സങ്കടം വരുന്നത് എന്ത് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കടം ചോദിക്കല്ലേ ചക്കരകളെ, ഞാൻ തകർന്നു. ഇനി ചോദിക്കില്ല ആരും. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് നിങ്ങളോട് നോ പറയാൻ വയ്യ. കഴിഞ്ഞ ദിവസം നമ്മളാ ചിട്ടിയുടെ തന്നെ ചേരാൻ പറഞ്ഞു. ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവരെന്നോട് പറഞ്ഞത്. അവരുടെ ഇട്ടില്ല നമ്മുടെ അവരെന്നെ എന്തൊക്കെ കുത്തുവാക്ക് ആണ് വോയിസ് മെസ്സേജിലൂടെ ഇട്ടത്. വേറെ ചിലരൊക്കെ എന്നെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ 10 രൂപ ചോദിച്ചു. ഞാൻ കൂടിച്ചേരിയൊന്നും അല്ല. എന്തൊക്കെയാണ് പറയുന്നത് എന്നെ. അപ്പോൾ എന്നെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ചക്കരകളെ. എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. അവരവരുടേതായ പൈസയുള്ളവൻ അവൻ്റേതായ ചിലവുകൾ കാണും. ചിലപ്പോൾ പുറമേ വലിയ വീടും കാറും ഒക്കെ കാണും, അകത്ത് പട്ടണിയാണ്, മുളപിടിച്ച് ചോറുന്നു പോലെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരാളുകളെ പുറമേ കാണുന്നതനുസരിച്ചായിരിക്കത്തില്ല അവൻ്റെ ഉള്ളിലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒന്നുമില്ലെങ്കിലും മറ്റവൻ പുറത്ത് ആളെ രീതിയിലേ ജീവിക്കത്തുള്ളൂ. ദാരിദ്ര്യം പറഞ്ഞത് എനിക്കിഷ്ടമല്ല. ഇപ്പോഴാണ് ഞാൻ അനുഭവിച്ച ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത്. എനിക്ക് ദാരിദ്ര്യമാണ്, കടവാണ്, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞു തന്നിട്ടില്ല, പറയത്തില്ല. ഞാൻ
എന്ന് പറഞ്ഞാൽ നിങ്ങളോടും പറയുകയാണ്. അങ്ങനെ പറയണ്ട. പറയുമ്പോൾ അതിനെ നമ്മൾ ആകർഷിച്ചെടുക്കുകയാണ്. ഇതെല്ലാം മാറും, ഞാൻ രക്ഷപ്പെടും, എനിക്കൊരു മാർഗ്ഗം ദൈവം കാണിച്ചു തരും. കടക്കാർ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴേ തരാൻ പറ്റുള്ളൂ, നിങ്ങൾ എന്ത് വേണം എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു വിടുക. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഞാനുണ്ട്. തെറി വിളിച്ചാലും ചീത്ത പറിച്ചാലും നമ്മളത് കേൾക്കാനുണ്ട് എന്നോർത്ത് കുഞ്ഞിരിക്കുക. അതുപോലെ കടം കൊടുത്തവരോട് പറയാം, നിങ്ങൾ ഒരു കാരണവശാലും കടം തന്നവർ അവർ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ അവരെ ചെന്ന് തെറി വിളിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യലും അതൊക്കെ നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾക്ക് എടുത്ത് ആ കടം തരും. തമ്പുരാന് വലിയ സമയമൊന്നും വേണ്ട ഇത് നമുക്കെടുത്ത് തരാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതായത് ചുമ്മാ അടക്കുന്നവരെ പണക്കാരനാക്കും ഭഗവാൻ ചില സമയം. മായാജാലം കയറും. അതേപോലെ മുകളിൽ എല്ലാ സുഖസുഖത്തിരിക്കുന്ന പെട്ടെന്നൊരു സുഖത്തിൽ കേൾക്കാം അവൻ താഴെ കിടക്കുന്നതെന്ന്. അതുകൊണ്ട് ആരെയും നമ്മൾ വില കുറച്ചൊന്നും കാണണ്ട. ഇന്നത്തെ ദരിദ്രവാസി നാളത്തെ പണക്കാരനാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സമാധാനമായിട്ട് പ്രാർത്ഥനയോട് കൂടി ഇരിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ നിങ്ങൾ എടുത്ത് അണിയരുത്. നിങ്ങൾ തകർന്നു പോയി, ഇനി ജീവിതമില്ല, അയ്യോ ഇവിടെ കൊണ്ട് തീർന്നൊന്നും വിചാരിച്ചു. ജീവിതമുണ്ട്, കുറച്ചങ്ങോട്ട് കഴിയട്ടെ. നിങ്ങളെ കറക്റ്റായ പാതയിലേക്ക് ഈശ്വരൻ കയറ്റുകയാണ്. ഈ പ്രപഞ്ചം അങ്ങനെയാണ്, കയറ്റി നമ്മളെ റൂട്ടേ കയറ്റി ഉരുക്കി വാർത്ത് അടിപൊളിയാക്കി ഫുൾ കണ്ടീഷനിൽ നമ്മൾ പുറത്തോട്ടിറങ്ങും കേട്ടാ. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക. ഏത് മതസ്ഥരാണേലും പ്രാർത്ഥന മസ്റ്റാണ് കേട്ടോ. അത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. ഫീൽ ചെയ്ത് എനിക്ക് എന്തൊക്കെ വേണം, എനിക്ക് ഇന്നതൊക്കെ വേണം, ദൈവമേ കൃഷ്ണ ഗുരുവരപ്പ, അല്ലെ യേശുപ്പ, അല്ലെ മാതാവേ, അല്ലെങ്കിൽ അള്ളാഹുവേ പ്രാർത്ഥിച്ചിരിക്കുക. നമ്മുടെ കർമ്മദോഷങ്ങളാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്ത് കാണും ചക്കരകളെ മുന്നേ നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ എല്ലാം 8ന്റെ പണിയാണ് നമ്മൾ ഈ ജന്മത്തിൽ മേടിക്കുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് വിചാരിച്ചു അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും തമാശകൾ കിട്ടുകയാണെങ്കിൽ അതുമായിട്ട് നിങ്ങളെ ചിരിപ്പിക്കാൻ വരാം. ഓക്കേ.